നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒരു മാസം കഴിഞ്ഞതേയുള്ളൂ. അതിനകം തന്നെ തീരുമാനങ്ങൾക്ക് പിന്നാലെ തീരുമാനങ്ങൾ വിവാദത്തിലാകുന്നു. വീര്യം കുറഞ്ഞ മദ്യം, സർക്കാർ പ്ലീഡർ നിയമനം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സംഘപരിവാർ ബന്ധം, ഒടുവിൽ അദാനിക്ക് കൂടുതൽ അവസരമൊരുക്കുന്നുവെന്ന ആരോപണം. പ്രതിപക്ഷത്തേക്കാൾ ശക്തമായി സർക്കാരിനെ വിമർശിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം. മുഖ്യമന്ത്രി കസേരയിലേക്ക് വി.ഡി. സതീശിനു വേണ്ടി കൈ ഉയർത്താത്തവർ മന്ത്രിസഭയിൽ ഭൂരിപക്ഷമായപ്പോൾ പാർട്ടിക്കുള്ളിലെ അധികാരപ്പോര് ഇപ്പോഴേ തുടങ്ങുകയാണോ? മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായ കെ.സി. വേണുഗോപാൽ തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അദാനി വിഷയത്തിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആക്രമിക്കാൻ വേദിയൊരുക്കിയത് കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവന തന്നെയായിരുന്നില്ലേ? കോൺഗ്രസിൽ യെസ് ബോസ് സംസ്കാരമില്ല എന്ന മുന്നറിയിപ്പ് കെ.സിയുടെ വിശ്വസ്തനായ മന്ത്രി എം ലിജുവിലൂടെ പുറത്തു വന്നതും, പാർട്ടി യോഗം വിളിക്കണമെന്ന ആവശ്യം കെ.സി ഗ്രൂപ്പുകാരൻ ഉന്നയിച്ചതും, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ടത് കെ.സി പക്ഷക്കാരനായതും കെ.സി തുടക്കമിട്ടതിന്റെ സൂചന. ജനപിന്തുണയോടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വി.ഡി. സതീശിനെതിരെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇത്ര പെട്ടെന്ന് തന്നെ തുടങ്ങുമ്പോൾ തിരുത്തലിന്റെ പേരിൽ നടക്കുന്നത് നിയന്ത്രിക്കാനുള്ള ശ്രമമാണോ അതോ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താനുള്ള നീക്കമോ? ഒടുവിൽ വി.ഡി. സതീശന്റെ പവർ പൊളിറ്റിക്സിന് മുന്നിൽ കെ.സി. വേണുഗോപാലിന് വീണ്ടും പിന്മാറേണ്ടി വരുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. തുടർച്ചയായ തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിനെ വിമർശന വിധേയമാക്കുകയും വിവാദത്തിലാക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ വിവാദങ്ങളും വിമർശനങ്ങളും ഉയരുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം വിഷയത്തിലും കോൺഗ്രസിൽ നിന്ന് വിമർശന രൂപേണ തന്നെയാണ് ആവശ്യങ്ങൾ ഉയർന്നു വരുന്നത്. പാർട്ടി യോഗം വിളിക്കണമെന്നുള്ള ആവശ്യവും കെ.പി.സി.സി പ്രസിഡന്റിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു. അതേപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിനെതിരെ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയതും അദ്ദേഹത്തിന്റെ പരാതി കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നതും പാർട്ടിയിൽ പുതിയ വിവാദങ്ങൾക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇതിന് പിന്നിൽ കെ.സി. വേണുഗോപാലിന്റെ കൈയുണ്ടോ? ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ സി.ബി. സത്യൻ എന്നിവർ ചേരുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, സ്വാഭാവികമായിട്ടും സംശയിക്കും, കെ.സി. വേണുഗോപാൽ തുടക്കമിട്ട് കഴിഞ്ഞു സംസ്ഥാന സർക്കാരിനും വി.ഡി. സതീശനുമെതിരെ വിമർശനം ഉന്നയിക്കുവാനും വിവാദത്തിലാക്കുവാനും പ്രതിരോധം സൃഷ്ടിക്കുവാനും എന്ന്. പക്ഷേ അങ്ങനെയാണോ? താങ്കൾ എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഇതിൽ പലതിലും കെ.സി. പക്ഷക്കാരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കെ.സിയുടെ കൈ തന്നെയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണോ? താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ അതോ യാദൃച്ഛികമോ? അല്ല, ഇത് യാദൃശ്ചികമാകാം, എന്നാൽ കെ.സി. വേണുഗോപാലിൻ്റെ കൃത്യമായിട്ടുള്ള നീക്കവുമാകാം. ഇതിൽ രണ്ടും സംഭവ്യമാണ്. കാരണം ഇതിൽ ഉൾപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഇതിൽ ചരട് വലിക്കുന്ന നേതാക്കൾ എല്ലാം കെ.സി. പക്ഷക്കാരാണ്. പിന്നെ കെ.സി. വേണുഗോപാലിൻ്റെ ബുധനാഴ്ചത്തെ പത്രസമ്മേളനം, അത് വളരെ നിർണായകമായിട്ടൊരു സന്ദർഭത്തിലാണ് ആ പത്രസമ്മേളനം വന്നത്. വി.ഡി. സതീശൻ നിയമസഭയിൽ അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയതിന് തൊട്ടുപുറകെ അതിന് കണിശത പോരാ എന്ന രീതിയിൽ കെ.സി. വേണുഗോപാൽ പത്രക്കാരെ കാണുന്നു. അദാനിയുടെ കളി കേരളത്തിൽ നടക്കില്ല, മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല, ഇത് ബി.ജെ.പി ഭരിക്കുന്ന സർക്കാരല്ല എന്ന തരത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തുന്നത് നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം നടത്തുന്നത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അദ്ദേഹം കേരള സർക്കാരിനെ വിമർശിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം പരോക്ഷമായിട്ട് സതീശിനെ വെട്ടിലാക്കുക തന്നെയാണ് അന്നത് ചെയ്തത്. അന്നത്തെ ദിവസം ഈ ബുധനാഴ്ച തന്നെയാണ് അന്ന് ഈ കത്ത്, അദാനി ഗ്രൂപ്പ് കത്ത് പോർട്ട് സെക്രട്ടറിക്ക് കൈമാറിയതും അതിനുശേഷം വീണ്ടും സതീശൻ കടുപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വേണുഗോപാലിൻ്റെ മാത്രമല്ല ദീപാദാസ് മുൻഷിയും സതീശനെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്ന നിലയ്ക്ക് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ടും ആ വിഷയത്തിൽ ഹൈക്കമാൻഡിന് ഒരു അതൃപ്തിയുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ വേണുഗോപാലിൻ്റെ ഇടപെടലിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ആദ്യം മഞ്ജുഷ പറഞ്ഞ പല കാര്യങ്ങളും, ഇവിടെ PM നിയാസ് വളരെ പരസ്യമായിട്ട് തന്നെ ഈ ശേഷാദ്രിനാഥിനെതിരെ വരികയും അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിയിട്ട് പരസ്യമായിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ സതീശൻ കാണാതിരിക്കുകയും, പിന്നെ M.R. അഭിലാഷ് എന്ന് പറയുന്ന എറണാകുളത്തെ
വളരെ ചുരുങ്ങിയ KC പക്ഷക്കാരിൽ ഒരാളായിട്ടുള്ള MR അഭിലാഷ് ഇങ്ങനെ ഒരു കത്ത് KPCC അധ്യക്ഷന് കൊടുക്കുകയും KPCC അധ്യക്ഷൻ അതിനെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് എറണാകുളത്ത് വെച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ തമാശയായിട്ട് വളരെ ഇതെന്താണ് എന്തൊക്കെയോ നടക്കുന്നു എന്നാൽ അതിന്റെ ആ കത്തിന്റെ വ്യക്തമായ രൂപം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കത്ത് പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി ആ കത്തിന്റെ ഉള്ളടക്കം കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നത് അത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് അതിൽ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതിൽ വിഴിഞ്ഞമുണ്ട്. വിഴിഞ്ഞത്തിന് മുൻപ് അതിൽ AGയുടെ നിയമനം തൊട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ പ്രധാനപ്പെട്ട പദവികളിൽ നിയമന തീരുമാനങ്ങൾ എടുത്തത് അത് പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ചില ആളുകളുടെ ഇടപെടലുണ്ടായിരുന്നു അതിന് എന്നുള്ള കാര്യം ഈ കത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് MR അഭിലാഷ് എന്ന KPCC ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹം കൊടുത്തു. ആ കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ KPCC പ്രസിഡന്റ് അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് AGയുടെ നിയമനം തൊട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനം അതും കൂടിയാലോചന ഇല്ലാതെയാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം തെറ്റായിപ്പോയി, സംഘപരിവാർ ബന്ധമുള്ളയാളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് ഒരു KPCC ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം ചോദിച്ചിട്ടും അനുവാദം കൊടുക്കാത്തത് ഇക്കാര്യവും ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിയമസഭയിൽ KPCC ഓഫീസിലേക്ക് ഫയൽ കൊണ്ടുപോയി തീരുമാനമെടുക്കുന്നയാളായിരിക്കില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത് പാർട്ടിയെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി എന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ UDF മുഖ്യമന്ത്രിമാർ ഇങ്ങനെയാണ് തീരുമാനമെടുത്തിരുന്നത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. അവിടെ CPM-നെതിരെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എങ്കിലും അത് കോൺഗ്രസിലെ വെട്ടിലാക്കുന്ന അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായി പോയി എന്ന് കത്തിൽ പറയുന്നുണ്ട്. അദാനിക്കെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല. അത് വളരെ സോഫ്റ്റായി പോയി മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ആ വിശദീകരണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ കത്തിൽ. ഇങ്ങനെയുള്ള പിന്നെ നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചനയില്ല. അത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതിയുടെ കാര്യത്തിൽ അത് പ്രകടമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ KPCC യോഗം വിളിക്കുവാനുള്ള സാധ്യത ഇപ്പോഴില്ല. മാത്രമല്ല KPCC പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി ഇത് KC പക്ഷക്കാരനായ ഒരാളാണ്. MR അഭിലാഷ് KC പക്ഷക്കാരനാണ്. അദ്ദേഹമാണ് കത്ത് കൊടുത്തത്. പക്ഷേ പാർട്ടിയിൽ സതീശിനെതിരെയുള്ള ഒരു പടയൊരുക്കം അതിപ്പോൾ പല നേതാക്കളും രംഗത്തെത്തുന്നുണ്ട്. അത് KC പക്ഷക്കാരനായതുകൊണ്ട് KC ആണ് ഇതിന് പിന്നിൽ. വ്യക്തമായ ചരടുവലി KCയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എന്നല്ലേ താങ്കൾ പറയുന്നത്? തീർച്ചയായും ഇത് KC വേണുഗോപാലാണ് ഇതെല്ലാം പുറകിൽ നിന്ന് പപ്പറ്റിയറായിട്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവരെല്ലാവരും KCയുടെ ആൾക്കാരാണ് എന്നുള്ളത് സാന്ദർഭികമായിട്ട് നമ്മൾ അത് കാണേണ്ടതാണ്. അത് യാദൃശ്ചികമാകാം അല്ലെങ്കിൽ അല്ലാതാകാം. അത് രണ്ടിൻ്റെ പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ഈ മുഖ്യമന്ത്രി ചർച്ച നടന്നപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപ് മുതൽ ഇവിടെ ആരാണ് മുഖ്യമന്ത്രി ആകുന്നത് എന്ന തരത്തിൽ വലിയ ചർച്ച നടന്നപ്പോൾ ഈ VD സതീശൻ്റെ മംഗലാപുരം യാത്ര ഉൾപ്പെടെ പല കാര്യങ്ങൾ നടക്കുന്ന ആ സമയത്ത് ഇവിടെ വലിയ തോതിൽ KC പക്ഷക്കാർ വലിയ തോതിൽ ചരട് വലിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ചാനലുകളിൽ പോയി അല്ലെങ്കിൽ പത്രമാധ്യമ സ്ഥാപനങ്ങളിൽ പോയി എഡിറ്റർമാരെ കാണുക തുടങ്ങി അല്ലെങ്കിൽ പല ചാനലിൽ പോയി സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ വശീകരിക്കാൻ നോക്കുക, അവരെയൊക്കെ വിലപേശി അവരെയൊക്കെ വിലക്കെടുക്കാൻ നോക്കുക. ഇതുപോലുള്ള പല കാര്യങ്ങളും KC പക്ഷക്കാർ പ്രത്യേകിച്ചും മറ്റാൾക്കാരും ചെയ്തിരുന്നു. എങ്കിലും KC പക്ഷക്കാർ ഒരു പടി മുകളിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ KC ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ആ നേതാക്കളെല്ലാം എന്ത് പറയുമായിരുന്നു? ഇല്ല, ഇതെല്ലാം ഞങ്ങൾ സ്വന്തം താല്പര്യപ്രകാരം ചെയ്യുന്നതാണ്, KC ഇതൊന്നും അറിയാതെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കറിയാമായിരുന്നു ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും എന്താ പറയുന്നത് സ്വന്തം വില കളയുന്ന രീതിയിൽ ഇതിൽ ഇടപെട്ട KC വേണുഗോപാൽ അവസാനം രാഹുൽ ഗാന്ധിക്ക് തന്നെ KCയോട് അടങ്ങൂ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിൽ KC സ്വയം കളിച്ച് നശിപ്പിച്ച് സതീശന് ഒരു താലത്തിൽ വെച്ച മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോയി. അന്ന് നമ്മൾ KC വേണുഗോപാൽ അതിൻ്റെ പുറകിൽ കളിച്ചതായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ ഇപ്പോൾ ഈ നേതാക്കളെല്ലാം ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളുടെ പുറകിൽ KC ഉണ്ടാകാം, അല്ലെങ്കിൽ KC പക്ഷക്കാരായിട്ടുള്ള ഇവർ അതിനുള്ള ഒരു കോപ്പ് കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ KCക്ക് ഇവിടെ ഇറങ്ങി കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതാണ് എന്ന തരത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഇവിടെ നിയാസ് ആദ്യം തന്നെ ഈ ശേഷാദ്രിനാഥിനെതിരെ ചാനലുകളിൽ സംസാരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പരസ്യ പ്രകടനം നടത്തിയത് കൊണ്ടാണ് VD സതീശൻ കാണാതിരുന്നത്. പിന്നെ ഈ VD സതീശൻ ചില പ്രസംഗത്തിലൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് KPCC അധ്യക്ഷൻ
അല്ലെങ്കിൽ KPCC-യിൽ പോയി പാർട്ടിയുമായിട്ട് ഓരോ ദൈനംദിന കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കേണ്ടതില്ല, നയപരമായ കാര്യങ്ങൾ മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ UDF-ൽ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ഇതിന് മുൻപ് അങ്ങനെയായിരുന്നു. മുൻപൊക്കെ ഇവിടെ ആന്റണി ആണെങ്കിലും കരുണാകരനാണെങ്കിലും മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ അവർ ആന്റണി മുഖ്യമന്ത്രിയാണെങ്കിൽ കരുണാകരനോട് ഒരു വാക്ക് പറയും, അല്ലാതെ ഈ കോൺഗ്രസിലുള്ള എല്ലാ ആൾക്കാരോടും അല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ പോലും അറിയാതെ ഇതുപോലെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധന കാര്യം വളരെ ഈ വിദൂര വളരെ സമീപകാലത്ത് നടന്നൊരു കാര്യമാണ്. 2001-ൽ ഇവിടെ 100 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്ന ആന്റണി വളരെ വേഗം 2-3 വർഷത്തിനുള്ളിൽ ഇവിടെ എങ്ങനെയാണ് ആ സർക്കാരിന് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നത് എന്ന തരത്തിലുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഈ 101, 102 അംഗങ്ങളുമായിട്ട് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ്റെ മുന്നിൽ ഇപ്പോഴത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ കാണാൻ കഴിയുന്നത്. സതീശനാണെങ്കിൽ കരുണാകരൻ്റെ ശൈലിയിൽ മുന്നേറുകയാണ്. അദ്ദേഹം പല കാര്യത്തിലും പാർട്ടിയെ പൂർണ്ണമായി അദ്ദേഹം വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇവിടെ ഒരു KPCC അധ്യക്ഷൻ ഉള്ളത് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഒരു ജൂനിയർ മിനിസ്റ്റർ, താരതമ്യേന മോശം വകുപ്പ് കിട്ടി വൈദ്യുതി മന്ത്രിയായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇവിടെ അധികാര വടംവലിയിൽ VD സതീശന് വലിയ വിജയമുണ്ടായി. അതിന് മുസ്ലിം ലീഗ് അദ്ദേഹത്തെ വളരെ പ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തെ പിന്തുണച്ചപ്പോൾ മുസ്ലിം ലീഗിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മുസ്ലിം ലീഗിലെ ചില നേതാക്കളെയൊക്കെ സതീശൻ വിശ്വാസത്തിൽ എടുത്തിട്ടുമുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ പോലെ ചില നേതാക്കളെയൊക്കെ അദ്ദേഹം വിശ്വാസത്തിൽ എടുത്തിട്ട് കൂടിയുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിന് ഇവിടെ ഒന്നും പറയാൻ വയ്യ. KC വേണുഗോപാൽ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങി കളിക്കാനുള്ള ചില അവസരങ്ങൾ സതീശൻ കൂടി ശരിയാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ ഒത്തുവരികയാണ്. അതിനനുസരിച്ചുള്ള കളിയായിരിക്കാം KC വേണുഗോപാലിന്റെ ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും KC പക്ഷക്കാരാണ് ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നവരിൽ ഭൂരിഭാഗവും. ഏറ്റവും ഒടുവിൽ KPCC പ്രസിഡന്റിന് കത്ത് നൽകിയതും KC പക്ഷക്കാരനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം ചോദ്യം ചെയ്തതും KC പക്ഷക്കാരനാണ്. ശ്രീ N. ശ്രീകുമാർ, ഒരു മാസം തികഞ്ഞതേയുള്ളൂ. അപ്പോൾ തന്നെ ഈ സർക്കാരിനെതിരെയുള്ള വിമർശനം വരുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നായിരുന്നാണല്ലോ. ദുർബലമായ പ്രതിപക്ഷമാണ് കേരളത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. പ്രതിപക്ഷം ഇതുവരെ ശക്തി ആർജിച്ചിട്ടില്ല. പക്ഷേ പാർട്ടി ഇങ്ങനെ ഈ ഒരു മാസം തികയുന്ന ഈ സമയത്ത് തന്നെ ഇത്രമാത്രം വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് അത് നല്ല കാര്യമാണോ? പക്ഷെ അതിനെ നേരിട്ട് കൊണ്ട് VD സതീശൻ മുന്നോട്ട് പോകുന്നുമുണ്ട്. നോക്കൂ ശ്രീ മഞ്ജുഷേ, സത്യത്തില് കോൺഗ്രസില് ഇപ്പോൾ എന്താണ് പ്രശ്നം? അതിന്റെ അടിസ്ഥാനത്തിലാണുള്ള ചർച്ച. എന്താ ഇപ്പൊ കോൺഗ്രസ് എന്താ പ്രശ്നം ഉണ്ടായതെന്ന് പറയാവോ? നിങ്ങൾ ഈ കോൺഗ്രസിലെ വിമർശനം ഉണ്ടായി, ശരി. VM സുധീരൻ മദ്യനയത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നിയാസ് നമ്മളുടെ തെരഞ്ഞെടുപ്പ് മുഖ്യ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് ഒരു കത്തയച്ചു എന്ന് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തു. അതിൽ കൂടുതൽ എന്താ സംഭവിച്ചത് ഇവിടെ? ഇത് സത്യത്തിൽ ഒന്നുമില്ല. ഈ ചർച്ചയിലെ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരത് കേട്ടിട്ട് ഇങ്ങനെ കൗതുകം കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളൂ. കാരണം ഒന്നാമത്തെ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇവിടെ പക്ഷമില്ല എന്ന് താങ്കൾ പറയരുത്. KC പക്ഷവുമുണ്ട്, ചെന്നിത്തല പക്ഷവുമുണ്ട്, സതീശൻ പക്ഷവുമുണ്ട്. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ്. അന്നും ഒരു പക്ഷവുമില്ല. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പൂത്തുലയുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ കാണുന്നത് എന്നായിരുന്നു താങ്കളെ പോലുള്ളവർ പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് അടിയോടടി തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ KC ഇറങ്ങിക്കളിക്കുവാനുള്ള ഒരു അവസരം നോക്കി നിൽക്കുകയാണ്. കാരണം അത്രമാത്രം അപമാനിതനായിരുന്നു KC വേണുഗോപാൽ ആ സമയത്ത്. ആവശ്യമില്ലാത്ത കളിയാണ് അദ്ദേഹം കളിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത്ര ഡാമേജ് ആ ഒരു ഒറ്റ കളിയിലൂടെ സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവസരം നോക്കിയിരിക്കുന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെയാണ് അദാനി വിഷയത്തിൽ അദ്ദേഹം പെട്ടെന്ന് തന്റെ അഭിപ്രായം പറയുകയും ചെയ്തു. അത് മാത്രമല്ല തന്റെ പക്ഷക്കാർ ഇറങ്ങിക്കളിക്കുന്നു, അദ്ദേഹം നോക്കി നിൽക്കുന്നുമുണ്ട്. ശ്രീ N. ശ്രീകുമാർ, ഇതൊക്കെ കേരള രാഷ്ട്രീയം പലതവണ കണ്ടിട്ടുള്ള കാര്യമാണ്. അത്രയും വലിയ ശക്തിയൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അത് ഇത്ര നേരത്തെ വേണമായിരുന്നു എന്നുള്ളതാണ്. അല്ല, ശ്രീ മഞ്ജുഷ് ഗോപാലിന്റെ അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇവിടെ KC പക്ഷവും ഉണ്ടാകും, സതീശൻ പക്ഷവും ഉണ്ടാകും, ചെന്നിത്തല പക്ഷവും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ KC പക്ഷമാണ് ഇപ്പൊ പ്രശ്നം എന്നാ പറയുന്നത്. അപ്പൊ ചെന്നിത്തല പക്ഷം പ്രശ്നമല്ലേ? ചെന്നിത്തലയല്ലേ VD സതീശനെക്കാളും സീനിയർ ആയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ ഉണ്ടായതൊരു MLA? ഞാൻ പറയണോ ശ്രീ N. ശ്രീകുമാർ, ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടി, അതുകൊണ്ട് അദ്ദേഹം അടങ്ങി, അത്രയേ ഉള്ളൂ. ഇതൊക്കെ തുറന്ന് പറയിപ്പിക്കണോ? അല്ല, KC വേണുഗോപാൽ ഡാമേജ് ഉണ്ടായത് KC വേണുഗോപാലിനാണ് സാർ. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡാമേജ് ഉണ്ടായത് KC വേണുഗോപാലിനാണ്. അദ്ദേഹം സംസ്ഥാനത്ത് ഒരു വില്ലനായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. ശരിയാണ്, അദ്ദേഹം ആവശ്യമില്ലാത്ത കളി കളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം മത്സരിക്കാതെ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരാൻ ആഗ്രഹിച്ചു. അത് മോശമായി പോയി. പക്ഷേ അത് അദ്ദേഹത്തിന് ഡാമേജ് ഉണ്ടാക്കി. അപ്പോൾ ആ ഡാമേജ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി കളിക്കും.
അല്ലിപ്പൊ ഞാൻ സംസാരിക്കണോ അതോ മഞ്ജുഷ സംസാരിക്കണോ? മഞ്ജുഷിന്റെ വാദങ്ങൾ നിരത്താനായിട്ട് മഞ്ജുഷിന് എന്ത് വേണേ പറയാം, എനിക്കൊരു വിരോധമില്ല. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിലെ നിങ്ങൾ ഈ പറയുന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനമായ ഒരു വിഷയമില്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്ത്? കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു, അദ്ദേഹത്തിനാകാൻ പറ്റിയില്ല, സതീശനായി. പക്ഷെ ഒരു 6 മാസം പോരാ, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ചർച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും പറയാം. 1 മാസം പ്രായമായ ഒരു മുഖ്യമന്ത്രി ഇറക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ശ്രമിക്കുവോ? ബുദ്ധിയുള്ള കോൺഗ്രസ് നേതാവ് ശ്രമിക്കുവോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കെ.സി. പക്ഷം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അങ്ങനത്തെ പക്ഷത്തിൽ ഒരുപാട് പേരുണ്ട്. സതീശന്റെ ഒപ്പം നിൽക്കുന്നവർ കെ.സിക്കൊപ്പം നിൽക്കുന്നവരുണ്ട്, എ ഗ്രൂപ്പിൽ നിൽക്കുന്നവർ കെ.സിക്കൊപ്പം നിൽക്കുന്നവരുണ്ട്, ഐ ഗ്രൂപ്പിൽ നിൽക്കുന്നവര് കെ.സിക്കൊപ്പം നിൽക്കുന്നവരുണ്ട്, എ ഗ്രൂപ്പിൽ നിൽക്കുന്നവര് രമേശന്റെ ഒപ്പം ഉണ്ട്. ഇങ്ങനെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ പഴയ കാലത്ത് എ ഗ്രൂപ്പായിരുന്നു. ഇപ്പൊ ഞാൻ ഏത് ഗ്രൂപ്പാന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള നേതാവിന്റെ കൂടെ നമ്മള് മുഖ്യമന്ത്രി ചർച്ച നടന്ന സമയത്ത് ആരൊക്കെ ഏത് ഗ്രൂപ്പിലാണെന്ന് വ്യക്തമായതാണല്ലോ. MLA-മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബഹുഭൂരിപക്ഷവും കെ.സിക്ക് വേണ്ടിയായിരുന്നു കൈപൊക്കിയത്, പരസ്യമായി വന്ന കാര്യമാണ്. അപ്പോൾ ആ സമവാക്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയില്ല. കാരണം പവർ പൊളിറ്റിക്സിനൊപ്പം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നിൽക്കുക MLA-മാരും. അതിനനുസരിച്ച് മാറിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അത്ര മാറ്റം വന്നിട്ടില്ല എന്നാണ് കേട്ടോ അണിയറ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഞാൻ പറയുന്നത്, നമ്മളൊരു ചർച്ചയ്ക്ക് അടിസ്ഥാനമാകുമ്പോൾ ആ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാകണം. ഇവിടെ പാർട്ടിയിൽ പ്രശ്നമില്ലാതെ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ പ്രശ്നമാകുമോ? ഇപ്പൊ എല്ലാ ചാനലുകളും ഒരു ചാനൽ ആക്ടിവിസത്തിന്റെ കാലമാണ്. ചാനൽ ആക്ടിവിസത്തിന്റെ കാര്യമല്ല, KPCC യോഗം വിളിക്കുന്നില്ല. KPCC യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു KPCC ജനറൽ സെക്രട്ടറി കത്ത് കൊടുക്കുന്നു, അത് കിട്ടിയിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. ഇതൊക്കെ പാർട്ടിയിൽ പ്രശ്നമില്ലാത്തതിന് ഉദാഹരണമാണോ സാർ? അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിനെതിരെ, അത് ചില്ലറ കാര്യമല്ല, സംഘപരിവാർ ബന്ധം ആരോപിച്ചുകൊണ്ടാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് വന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. സമയം ചോദിച്ചിട്ട് സമയമില്ല എന്ന മറുപടിയാണ് കിട്ടിയതെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. പാർട്ടിയിൽ പ്രശ്നമില്ലാത്തത് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? എന്റെ മഞ്ജുഷേ, എന്തോ അതായത് താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രശ്നം ഉണ്ടാകില്ല. പ്രശ്നം ഉണ്ടായാൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കൊരു പ്രശ്നം, ഞാൻ ഈ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും ഈ വേദികളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ കോൺഗ്രസിന്റെ വക്താവല്ലല്ലോ. പക്ഷെ പ്രശ്നമില്ലാണ്ട് ഞാനങ്ങനെ പറയും. എ ഗ്രൂപ്പിന്റെ ആണെങ്കിലും, ചെന്നിത്തല ഗ്രൂപ്പ് ആണെങ്കിലും, സതീശൻ ഗ്രൂപ്പ് ആണെങ്കിലും, അതുപോലെ കെ.സി. ഗ്രൂപ്പ് ആണെങ്കിലും, നിങ്ങൾ ഏത് ഗ്രൂപ്പ് വേണേ പറഞ്ഞോ, എല്ലാവരും കോൺഗ്രസിൽ അവരുടെ അഭിപ്രായം പറയും, പരസ്യമായിട്ട് പറയും. മദ്യനയം, VM സുധീരന്റെ അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? കോൺഗ്രസിലെ മുന്നണിയിൽ എന്ത് സംഭവിച്ചു? നിയാസ് അഭിപ്രായം പറഞ്ഞു, എന്ത് സംഭവിച്ചു? പറയൂ. ഇതൊന്നും ഇല്ല. നിയാസിന്റെ അഭിപ്രായം എടുത്ത് തോട്ടിൽ കളഞ്ഞു, എന്നിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു മുഖ്യമന്ത്രിയായ VD സതീശൻ. അത്രയും സംഭവിച്ചുള്ളൂ. VM സുധീരനും അങ്ങനെ തന്നെ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെയും മുഖവിലേക്ക് എടുത്തില്ല. അദ്ദേഹം സീനിയർ നേതാവ് എന്ന പരിഗണന പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇതൊക്കെയാണ് സംഭവിച്ചത്. അല്ല, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്, ശരി. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസം തുടക്കത്തിലെ ഉടലെടുത്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ല മഞ്ജുഷ, ഇത് ഞാൻ പറഞ്ഞത് അഭിപ്രായ ഭിന്നതയല്ല. ഇത് അവരവരുടെ അഭിപ്രായത്തെ, അവരവരുടെ ഒരു വിഷയത്തെക്കുറിച്ച് അവരവരുടെ അഭിപ്രായം, മുതിർന്ന നേതാക്കൾ അവരുടെ അഭിപ്രായം പറയുന്നത് കോൺഗ്രസിൽ പുതുമയുള്ള കാര്യമല്ല. ഇവിടെ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാല്, കേരളത്തിൽ ഇപ്പൊ KPCC സംവിധാനമില്ല. KPCC സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായം പറയാൻ ഒരാൾക്ക് കൃത്യമായി പറ്റുന്നില്ല. കോൺഗ്രസിന്റെ അവസാന വാക്ക് പ്രസിഡന്റാണ്. ആ നിലയ്ക്ക് ആ അഭിപ്രായം പറയാൻ പറ്റാവുന്ന സംവിധാനമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുന്നണി ഗവൺമെന്റും പാർട്ടിയും തമ്മിലുള്ള ഏകോപനത്തിലുള്ള 2 സംവിധാനം കോൺഗ്രസിലുണ്ട്. ഒന്ന് രാഷ്ട്രീയകാര്യ സമിതി, ഒന്ന് കോർ കമ്മിറ്റി. ഇത് രണ്ടും വരണമെങ്കിൽ KPCC പ്രസിഡന്റ് നിയമിക്കപ്പെടണം. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാല്, VD സതീശൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗമാണ്. ഏതെങ്കിലും വിഷയം അദ്ദേഹത്തിന് ആരോടെങ്കിലും ആലോചിക്കണമെങ്കിൽ അത് ആലോചിക്കാനുള്ള 8 or 10 നേതാക്കളോട് അദ്ദേഹം അത് സംസാരിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, എല്ലാ വിഷയങ്ങളും പാർട്ടിയിൽ കോൺഗ്രസ് ചർച്ച ചെയ്യാറില്ല. ഉദാഹരണം, ചാരായം നിരോധിച്ച കാലത്ത് മുഖ്യമന്ത്രി AK ആന്റണി ആയിരുന്നു, മന്ത്രിയായിരുന്നത് K ശങ്കരനാരായണൻ. ചാരായ നിരോധനം KPCCയിലെ ചർച്ച ചെയ്യാതെയാണ് നടപ്പാക്കിയത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് മദ്യനയത്തെ കുറിച്ച്. പിന്നെ KPCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായി. എന്റെ സുഹൃത്ത് ശ്രീ കൊച്ചുകൂടി പറഞ്ഞു അത് നിസ്സാര വകുപ്പാണെന്ന്. അല്ല, പിണറായി വിജയൻ ഇരുന്ന വകുപ്പാണത്, T ശിവദാസ മേനോൻ ഇരുന്ന വകുപ്പാണത്.
ആര്യാടൻ മുഹമ്മദ് ഇരുന്ന വകുപ്പാണത്, ജി കാർത്തികേയൻ ഇരുന്ന വകുപ്പാണത്, കെ മുരളീധരൻ ഇരുന്ന വകുപ്പാണത്. വലിയ വകുപ്പാണത്. ആ വകുപ്പാണ് നമ്മൾ ഈ സംസാരിക്കാൻ നമുക്ക് വെളിച്ചം തരുന്ന ആ വകുപ്പാണ്. അപ്പൊ അത് വലിയ വകുപ്പാണ്. പക്ഷെ വിഷയം എന്താ വെച്ചാൽ KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാള്, മുരളീധരനും വൈദ്യുത മന്ത്രിയായിരുന്നു, സണ്ണി ജോസഫും വൈദ്യുത മന്ത്രിയായിരുന്നു. വൈദ്യുതിക്ക് വലിയ പ്രാധാന്യം കേരളത്തിലുണ്ട്. പക്ഷെ അതൊന്നുമല്ല ചർച്ച. അതല്ല ചർച്ച വേണ്ടതെന്ന് വെച്ചാൽ KPCCക്ക് ഒരു പ്രസിഡന്റ് വേണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് വിഷയം. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. എന്താ കാരണം അറിയാമോ? അവരെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ ചാനലുകളും അതുപോലെ പ്രതിപക്ഷവും എതിർക്കുന്നതിന്റെ കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഞാൻ ചാനൽ ആക്ടിവിസ്റ്റ് എന്ന് പറയാൻ കാരണം ചാനലുകൾ എപ്പോഴും ഒരു പ്രതിപക്ഷ മനസ്ഥിതി ഉള്ളവരാണ്. ഏത് ഗവൺമെന്റ് വന്നാലും ചാനലുകൾ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുള്ളൂ. അത് VS പിണറായി പോര് വന്നപ്പോഴേ പിണറായിക്കൊപ്പമല്ല ചാനലുകൾ നിന്നത്, VS എന്ന മനുഷ്യന്റെ പിന്നിലാണ്. അതുപോലെ കേരളത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് ശക്തമായ കാലത്ത് മാധ്യമങ്ങൾ ആന്റണിക്കൊപ്പമാണ് നിന്നത്, കരുണാകരനൊപ്പമല്ല. അപ്പൊ അതുപോലെ ഇതിൽ പുതുമയില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ പ്രശ്നമില്ലാതെ പ്രശ്നമുണ്ടെന്ന് ചാനലുകൾ പറയുകയും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. താങ്കൾ ചാനലുകൾ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അത് ഞാൻ സമ്മതിക്കുകയാണ്. ചാനലുകൾ എപ്പോഴും പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, അതങ്ങനെ ചെയ്യുകയുള്ളൂ. പ്രതിപക്ഷ നിലപാട് തന്നെ സ്വീകരിക്കേണ്ടി വരും. അത് പക്ഷേ ഒരു 6 മാസമെങ്കിലും അതിനൊരു ഹണിമൂൺ പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലും നൽകാൻ കഴിയാത്തത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതുകൊണ്ടാണ് കേട്ടോ. പ്രതിപക്ഷം ദുർബലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വളരെ ദുർബലമായ പ്രകടനമാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ആദ്യ നിയമസഭാ സമ്മേളനത്തിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അല്ലല്ല, അത് കോൺഗ്രസ് തന്നെയാണ് ഒരു വിമർശന ശക്തിയായിട്ട് വരുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ്. സിബി, കോൺഗ്രസിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണോ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മഞ്ജുഷ, എനിക്ക് തോന്നുന്നത് വി ആർ ടു ഏർലി ടു പ്രെഡിക്ട് ദീസ് തിങ്സ് എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഏറ്റവും ലേറ്റസ്റ്റ് വിവാദത്തിലേക്ക് വരിക, അദാനിയുടെ ഡീലിനകത്ത് KC വേണുഗോപാൽ നടത്തിയ പത്രസമ്മേളനമാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു അനുമാനത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാന സ്രോതസ്സായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മളൊരു കാര്യം നോക്കുക, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് മൊത്തത്തിൽ എന്താണെന്ന് പരിശോധിക്കണം. കാരണം കാലങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് ഈ BJPയും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒരു അൺഹോളി അലയൻസ് ഉണ്ട് എന്ന ഒരു നിലപാടെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ അദാനിയെ പൊതു ഇടങ്ങളിൽ വിമർശിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ, അതായത് കേരളത്തിലെ ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് അദാനിക്ക് അതിന്റെ നടത്തിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു കരാർ ലംഘനം നടന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടീഷൻ അനുസരിച്ച് ഇതുപോലൊരു സ്റ്റേക്ക് സെയിൽ നടക്കുന്നതിന് തൊട്ട് മുമ്പ് കേരള സർക്കാരിനെ അറിയിച്ച് അനുവാദം വാങ്ങിയിരിക്കണം എന്നൊരു ക്ലോസും ഉണ്ട്. ആ ക്ലോസ് കണക്കിലെടുക്കാതെയാണ് ഈ ഒരു ഇന്റർനാഷണൽ കമ്പനിയുമായിട്ട്, സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള MSCയുമായിട്ട് അവര് ഒരു $1.4 ബില്യൺ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പൊ നിലവിലെ ഈ കരാറ് അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ യാതൊരു സാങ്ഷനും ഇല്ലാതെ കടന്നു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം അദാനി ഗ്രൂപ്പിന് ഗവൺമെന്റിനേക്കാൾ വലിയ പവർ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ സംഗതിക്ക് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്രയും വലിയൊരു ഡീൽ, വളരെ 32,200 കോടി രൂപയുടെ ഒരു ഡീലാണ്. ഇത്രയും വലിയൊരു ഡീൽ നടക്കുമ്പോൾ ഇതിനകത്ത് ഒരു സാധ്യതയും, അതായത് ഒരു സേയും കേരള സർക്കാരിനില്ലെങ്കിൽ ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇതുപോലുള്ള ഏത് തരത്തിലുള്ള കോർപ്പറേറ്റ് വിൽപ്പനകളും നടത്താനുള്ള സമ്പൂർണ്ണമായ അധികാരം അദാനി ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയത്തിനെതിരാണ്. കാരണം കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് അദാനി ഗ്രൂപ്പ് സർക്കാരിനെ ഒരു പപ്പറ്റാക്കി നിർത്തിക്കൊണ്ട് ഇത്തരം ഡീലുകൾ ദേശീയ തലത്തിലും പല സംസ്ഥാനങ്ങളിലും നടത്തുന്നതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് സമാനമായൊരു സംഭവം നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത്, നാഷണൽ ലെവലിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ശ്രീ VD സതീശനും KC വേണുഗോപാലും രണ്ട് തട്ടിലല്ല, രണ്ടുപേരും ഒരു തട്ടിൽ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയും വളരെ കൃത്യമായിട്ട് ഈ ഡീലിന്റെ കാര്യത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഈ ഡീല് അറിയിച്ചിട്ടില്ല അക്കാര്യത്തിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ അതിനകത്ത് KC വേണുഗോപാൽ വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷമാണ് ഇതിന് ശക്തി കിട്ടിയത്. അതിനുശേഷമാണ് അതൃപ്തി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും അദാനി ഗ്രൂപ്പിനെ അറിയിച്ചതും സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി. അതിനു മുമ്പ് അങ്ങനെ നല്ല കാര്യമാണ്, അത് തിരുത്തൽ ശക്തിയായി എന്നുള്ളത് നല്ല കാര്യമാണ്. മാത്രമല്ല ഈ MR അഭിലാഷ് KPCC ജനറൽ സെക്രട്ടറി KPCC പ്രസിഡന്റിന് കൊടുത്ത കത്തിലും ഈ അദാനി വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്
ശക്തമായ ഒരു നിലപാട് ഉണ്ടായില്ല എന്ന കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ ചോദിക്കുന്നത് ശ്രീ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒരു പ്രതിസന്ധി നമ്മൾ കാണാതെ പോകരുത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഭരണപരിചയത്തിന്റെ കുറവുണ്ടാകും. കാരണം അദ്ദേഹം ഒരു മന്ത്രിയായിട്ടില്ല, അല്ലെങ്കിൽ അതുപോലുള്ള സീനിയർ റോളുകളൊന്നും അദ്ദേഹം ഈ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് വഹിച്ചിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ചില പരാധീനതകളും ചില പരിചയക്കുറവുകളും അദ്ദേഹത്തിനുണ്ടാവും. അപ്പം ആ ഒരു സംഭവത്തിനകത്ത് കൃത്യമായ ഇടപെടലുകൾ പാർട്ടി നടത്തുകയും പലയിടങ്ങളിൽ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പതിവില്ലാതെ കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിലിരുന്ന കോൺഗ്രസ് ഒരുമിച്ചൊരു ശക്തിയായിട്ട്, അതായത് കോൺഗ്രസ് ആണെന്നുള്ളൊരു ബോധം അണികളിലൊക്കെ വരികയും അവരിലൊരു ആവേശമൊക്കെ വരികയും ചെയ്ത് ഈ 10 വർഷത്തെ ഒരു ഇടതുപക്ഷ ഭരണത്തിന്റെ ഒരു ഗുണഫലമാണ് സത്യത്തിൽ കോൺഗ്രസ് കിട്ടിയത്. അപ്പൊ എല്ലാ കോൺഗ്രസ്സുകാരും അവരുടെ പാർട്ടി എന്ന് പറയുന്നതിന്റെ ഒരു വികാരം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അടുത്ത കാലത്ത് വന്ന കുറെ നിയമനങ്ങൾ വിവാദത്തിലായി. ഉദാഹരണമായിട്ട് ഗവൺമെന്റ് ഫീഡർമാരുടെ നിയമനം, അത് വിവാദത്തിലായത് അതും നമ്മൾ കേട്ടത് ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് പെട്ടെന്ന് അവതരിപ്പിച്ച് പെട്ടെന്ന് സാങ്ഷൻ എടുത്തു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോ ഈ പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പോലുള്ള നിയമനവും അങ്ങനെ കാര്യമായ ഒരു വലിയ കൂടിയാലോചനകളില്ലാതെ അംഗീകരിക്കപ്പെട്ടു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെതിരെ അതിനകത്ത് സംഘപരിവാർ ബന്ധമുള്ള ഒരാളാണ് അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അത്തരത്തിലൊരു എറർ ഓഫ് ജഡ്ജ്മെന്റ് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിനോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഭാവികമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വത്തിനുണ്ട്. അല്ലാതെ നമ്മൾ പിണറായി വിജയന്റെ കാലത്തെ പോലെ അദ്ദേഹം എന്ത് പറഞ്ഞാലും പാർട്ടി അത് ഏറ്റുപാടുകയും പാർട്ടിയുടെ സൈബർ സഖാക്കൾ അതിനുവേണ്ടി ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള സംവിധാനമല്ലല്ലോ കോൺഗ്രസിൽ. അത് കുറച്ചുകൂടി ഓപ്പൺ ആണ്, കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആണ്, കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ വിമർശന വിധേയമാണ്. അപ്പോ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് തോന്നിയാൽ സ്വാഭാവികമായിട്ടും അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വവും തിരുത്തേണ്ട ഉത്തരവാദിത്വവും പാർട്ടി അണികൾക്കും നേതാക്കൾക്കും ഉണ്ട്. അവരത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. അതിനെ എനിക്ക് തോന്നുന്നു തൽക്കാലം നമ്മളൊരു KCVD വാർ എന്ന രീതിയിൽ കാണേണ്ടതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇറ്റ് ഈസ് ടു ഏർലി ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും ഉണ്ടാകും. എനിക്ക് തോന്നുന്നു പകുതിയെ അതിനകത്ത് KCVD വാർ എന്ന രീതിയിൽ താങ്കളും പറഞ്ഞുള്ളൂ. അത് വിശ്വസിക്കാതിരിക്കാം എന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇവിടെ സിബി പറഞ്ഞ പോലെ അത്ര നിഷ്കളങ്കമാണോ കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാം എന്ത് കാര്യവും, അതിൽ തിരുത്തൽ വരുത്തും എന്ന് പറയുമ്പോൾ തിരുത്തൽ ഉണ്ടാകുന്നുമില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ ഒരു തിരുത്തലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ വിമർശനം ഉന്നയിച്ചയാളെ പിന്നീട് കാണാൻ പോലും കൂട്ടാക്കിയില്ല മുഖ്യമന്ത്രി. അങ്ങനെ ഒരു കാര്യം ഈ KPCC പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന കത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ KPCC ഓഫീസിലേക്ക് ഫയലുമായി പോകുന്ന ഒരു ഭരണമായിരിക്കില്ല കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ്സുകാർക്കിടയിൽ. ഇതൊക്കെ അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണോ സിബി പറഞ്ഞതുപോലെ ടു ഇയർലി ടു പ്രെഡിക്റ്റ് എന്ന രീതിയിൽ? അല്ല, നമ്മൾ ഈ വി ഡി സതീശൻ്റെ ഒരു കരിയർ നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ഒരു 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ ആൾക്കാർ വളരെ കുറവായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ നേതാക്കൾ വളരെ കുറവായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ആജ്ഞാശക്തിയോടുകൂടി, വളരെ കമാൻഡിങ് പവറോടുകൂടി പാർട്ടിയെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. പല വേളകളിലും ഇപ്പോൾ കെ സുധാകരന് ആരോഗ്യ പ്രശ്നമൊക്കെ മൂലം അദ്ദേഹത്തിന് ഫംഗ്ഷൻ ചെയ്യാൻ തന്നെ പറ്റാത്ത സന്ദർഭത്തിൽ KPCC അധ്യക്ഷൻ്റെ റോൾ കൂടി ഭംഗിന്ദ്രേണ ചെയ്യേണ്ട അവസ്ഥ സതീശന് വന്നിരുന്നു. ആ ഒരു സമയത്തൊക്കെ KC വേണുഗോപാലിലേക്ക് ഇവിടുത്തെ നേതാക്കൾ പതുക്കെ ഗ്രാവിറ്റേറ്റ് ചെയ്ത് പോകുന്നു. അതിന് ഏറ്റവും ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ സണ്ണി ജോസഫ് ആദ്യം KPCC അധ്യക്ഷനായിട്ട് വരുന്നത് സതീശൻ്റെ കൂടി താല്പര്യത്തിലാണ്. പക്ഷേ സണ്ണി ജോസഫ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം KC വേണുഗോപാലിൻ്റെ ഒരു ആളായി മാറുകയും KC വേണുഗോപാൽ എന്താണോ പറയുന്നത് അത് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരാൾ, അത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, പ്രത്യേകിച്ചും അനിൽകുമാർ പണ്ട് തൊട്ടേ KCയുടെ ആളാണ്, PC വിശ്വനാഥും ഷാഫി പറമ്പിലും, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫിയും KCയുടെ ആളായി മാറിയ ആ ഒരു സന്ദർഭത്തിൽ ഇവിടെ വി ഡി സതീശന് വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടായി. കാരണം പലപ്പോഴും മാധ്യമങ്ങളിൽ വി ഡി സതീശനെതിരെ വാർത്തകൾ വന്നിരുന്നത് പോലും ഈ സണ്ണി ജോസഫിൻ്റെയും കൂട്ടരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും ഒക്കെ താല്പര്യപ്രകാരം പല വാർത്തകളും ഇവിടെ പടച്ചുവിട്ടിരുന്നു. പ്രത്യേകിച്ച് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിൽ സ്ഥിരമായിട്ട് അതുപോലെയുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വി ഡി സതീശൻ വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആജ്ഞാശക്തിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കമാൻഡിങ് പവർ കാരണം അദ്ദേഹം അതൊക്കെ മറികടന്ന് ഇതിനെല്ലാം ശേഷം പാർട്ടിയെ വിജയിപ്പിക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടന്ന വടംവലിയിൽ അദ്ദേഹം കാര്യമായിട്ട് സ്വന്തം നിലയ്ക്ക് അദ്ദേഹം കാര്യമായിട്ട് ഇറങ്ങി കളിക്കാതെ
സഖ്യകക്ഷികളെയും മറ്റുള്ളവരെ കൊണ്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറ്റിയെടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. അദ്ദേഹം ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം പലരും വിചാരിച്ചത് അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നത് പോലെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ നിലപാടിൻ്റെ രാജകുമാരൻ ഇതുപോലെയൊക്കെയായി മാറും. പിന്നെ ചിലർ വിചാരിച്ചിരുന്നു അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ അടിമയായിട്ട് മാറും. ഇതൊക്കെയാണ് പലരും തെറ്റിദ്ധരിച്ചിരുന്നത്. വി ഡി സതീശൻ എന്ന് പറയുന്നത് ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റോ അദ്ദേഹം ഒരു നെഹ്റുവിയൻ തന്നെയാണോ എന്നുള്ളത് അത് കാലം തെളിയിക്കട്ടെ. അദ്ദേഹം സോഷ്യലിസ്റ്റ് അല്ല എന്നുള്ളത് ഇപ്പോൾ ആ തെറ്റിദ്ധാരണ പലർക്കും മാറി. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ അടിമയല്ല എന്നുള്ള ധാരണ ഇപ്പോൾ പലർക്കും മാറി. അദ്ദേഹം ഒരു ആജ്ഞാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയായിരിക്കും. കെ കരുണാകരൻ്റെ ഒരു ലൈനിലായിരിക്കും അദ്ദേഹം പോകുന്നത് എന്ന് ആണ് ഇപ്പോഴത്തെ ഒരു അദ്ദേഹത്തിൻ്റെ കുറച്ച് ഒരു മാസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ടേം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ആജ്ഞാശക്തിക്കെതിരെയുള്ള അതിനെതിരെയുള്ള അതിൽ തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണല്ലോ ഇപ്പോൾ ഈ KPCC പ്രസിഡന്റ് നൽകിയ കത്തിലൂടെയൊക്കെ പുറത്തു വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ പക്ഷെ നടക്കുന്ന കാര്യമല്ല എന്ന് പറയേണ്ടി വരില്ലേ? ഇതൊക്കെ പിന്മാറേണ്ടി വരും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക്. അല്ലെങ്കിൽ KC ആണ് ഇറങ്ങി കളിക്കുന്നതെങ്കിൽ KCക്ക് പിന്മാറേണ്ടി വരും. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ഈ ഘട്ടത്തിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇല്ലയോ? അല്ല, KC വേണുഗോപാലിന് ഇനിയും KPCC അധ്യക്ഷൻ ആരെയാണ് നിശ്ചയിക്കുന്നത് എന്നനുസരിച്ചായിരിക്കും കേരളത്തിലെ ഗ്രിപ്പ് KC വേണുഗോപാലിന് എത്ര ഉണ്ടാവുമെന്ന് ഉള്ള ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് പവർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരിൽ കൂടുതൽ ആൾക്കാരും KCയുടെ പക്ഷക്കാരാണെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഈ വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റത്തിൽ ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മുഖ്യമന്ത്രിയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അധികാരം, അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം അദ്ദേഹം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു KPCC അധ്യക്ഷൻ ആരാണ് വരുന്നത്? ആ ആള് KCയുടെ ആളായിരിക്കുമോ അതെയോ VDക്കും താല്പര്യമുള്ള ആളായിരിക്കുമല്ലോ. അല്ലാതെ ഇവിടെ 2014 VM സുധീറിനെ രാഹുൽ ഗാന്ധി നിശ്ചയിച്ചതുപോലെ ഈ മോഹൻ ഗോപാലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് ഈ VM സുധീറിനെ പോലെ ഒരു VD സതീശനെതിരെ ദിവസവും പ്രസ്താവനകൾ ഇറക്കുന്ന ഒരാളെ എന്തായാലും കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും പറ്റുന്ന ഒരാളാണെങ്കിൽ KC വേണുഗോപാലിലേക്ക് ഇപ്പോൾ സണ്ണി ജോസഫ് KC വേണുഗോപാലിൻ്റെ ആളായി മാറിയതുപോലെ ഇപ്പോൾ സതീശൻ്റെ കൂടെ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്ന ഒരാൾ വന്നിട്ട് നാളെ KC വേണുഗോപാലിൻ്റെ ആളായിട്ട് മാറാവുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ നിലയ്ക്ക് സതീശൻ ഒരു തുടക്കക്കാരൻ്റെ ഉള്ള കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ബജറ്റ് വളരെ മികച്ച ഒരു ബജറ്റായിരുന്നു. അദ്ദേഹം നികുതിയൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ള പിറ്റ്ഫോൾസ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇനി ഉള്ള അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പൊതുജനങ്ങളോട് ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി മദ്യനിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നമുണ്ടായത് അദ്ദേഹം അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടൊരു വിശദീകരണം പോലും കൊടുത്തില്ല. അതുപോലെ ഇപ്പോൾ വി ഡി സതീശൻ പല കാര്യങ്ങളും അദ്ദേഹം നിയമസഭയിൽ അതിനെക്കുറിച്ച് ചില പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട് എന്നതിനപ്പുറം അദ്ദേഹം മുൻപ് പൊതുജനങ്ങളോട് വളരെ കൃത്യമായിട്ട് നിലപാടുകൾ പറഞ്ഞിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പത്രസമ്മേളനം വിളിച്ചു വേണമെങ്കിൽ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാതെയും അദ്ദേഹത്തിന് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാം ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ പല രീതിയിലുള്ള പുകമറകൾ ഇപ്പോൾ ശേഷാദ്രിനാഥിൻ്റെ കാര്യത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യത്തിലാണെങ്കിലും ഈ വിഴിഞ്ഞം ഡീലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ വിഴിഞ്ഞത്തെ കാര്യമൊക്കെ പറയുന്നത് ഇവിടെ സിബി സത്യൻ പറയുന്നത് ഇത് കേന്ദ്ര നേതൃത്വത്തിന് അല്ലെങ്കിൽ കേന്ദ്ര കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ എന്തെങ്കിലും അവരുടെ ഒരു സമീപനത്തിനെതിരാണ് എന്ന് പറയുന്നു. ഞാൻ കരുതുന്നില്ല. ഇവിടെ 2015 ഉമ്മൻചാണ്ടി അദാനിയെ കൊണ്ടുവന്നപ്പോൾ അന്നും നേതാക്കൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അന്നും അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ദേശീയ നേതൃത്വം അദാനിക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി അനധികൃതമായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ള ആ ഒരു ടൈപ്പിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. അതാണ് വിഷയം. അതാണ് സിബി ചൂണ്ടിക്കാണിച്ചത്. അല്ല, ഇവിടെ 2004 AK ആന്റണി, അതിനുശേഷം 2004 തന്നെ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ, 2006 വന്ന VS സർക്കാർ, 2014 വീണ്ടും വന്ന ഉമ്മൻചാണ്ടി സർക്കാർ, ഈ 4 സർക്കാരുകൾ ബിഡർമാരെ തേടി അലഞ്ഞപ്പോൾ ഇവിടെ വിഴിഞ്ഞം ഏറ്റെടുക്കാൻ ആരും വന്നില്ല. അവസാനം അദാനി തന്നെ വരേണ്ടി വന്നു. ഇവിടെ ഈ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും
രാഹുൽ ഗാന്ധി പറഞ്ഞു കിടക്കുന്ന ഈ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെല്ലാം അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി ഇവരെല്ലാം എന്തെങ്കിലും ചെയ്യുമെന്നാണോ മഞ്ജുഷ വിചാരിക്കുന്നത്? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും പറയാം. അതിപ്പോൾ സതീശൻ ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്നിട്ട് ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ കണ്ടില്ലേ നേരെ തിരിഞ്ഞത്? അതുപോലെയുള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ അദാനിയെ നാളെ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മളൊന്നും ചെയ്യല്ലോ സാർ. നമ്മൾ ചോദിക്കുന്നത് ക്രോണി ക്യാപിറ്റലിസത്തിനെതിരെ ഒന്നും പറയണ്ട എന്നാണോ അപ്പൊ താങ്കൾ പറയുന്നത്? അല്ല, പ്രതിപക്ഷത്തിരുന്നപ്പോൾ ക്യാപിറ്റലിസവും ക്രോണി ക്യാപിറ്റലിസവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് കോൺഗ്രസിന് ഉൾപ്പെടെ അദാനി അംബാനിയും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് സിബി സത്യൻ അറിയായിരിക്കുമല്ലോ. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഉൾപ്പെടെ ഇപ്പൊ പല കർണാടകത്തില് എന്താണ് അംബാനിയുടെ അദാനിയുടെ ഒക്കെ നിലപാട് കോൺഗ്രസ് സർക്കാരിനോട് എന്ന് നമ്മൾ നോക്കിയാൽ മാത്രം മതി. പല കാര്യത്തിലും സതീശൻ കർണാടക സർക്കാരിന്റെ സമീപനത്തെയാണ് അനുകരിക്കുന്നത്. മദ്യനയത്തിലാണെങ്കിലും ഇവിടെ മറ്റ് പല കാര്യങ്ങളിലാണെങ്കിലും കർണാടകത്തിൽ എങ്ങനെയാണ് BJPയുടെ MLA-മാരെ കോൺഗ്രസ് ചാക്കിട്ടത്, ശിവകുമാർ എങ്ങനെയാണ് വിലക്ക് വാങ്ങിച്ചത്, അതുപോലെ സതീശൻ ഇവിടെ അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഏത് തരത്തിൽ വിലയിരുത്തണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ എന്താണ് തീട്ടൂരം സതീശന് ബാധകമാണോ? ഇവിടെ ശിവകുമാറിന് എത്ര ബാധകമാണോ അത്രയും സതീശന് ബാധകമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സതീശന്റെ ഈ മംഗലാപുരം യാത്രയുണ്ടല്ലോ, അല്ലെങ്കിൽ അംബാനി കൂടുതൽ പ്രചാരണം നൽകുന്നത് KC പക്ഷക്കാർ തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ മംഗലാപുരം യാത്രയുടെ ബാക്കി പത്രമാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് പ്രചരിപ്പിക്കുന്നതും KC പക്ഷക്കാരാണ്. അല്ല, അത് KC പക്ഷക്കാർ മാത്രമല്ല, ഇവിടെ പലരും അതിനെക്കുറിച്ച് വലിയ വാർത്തകൾ കൊടുത്തിരുന്നു. അവിടെ JDS-ന്റെ നേതാക്കൾ ഫറൂഖും അതുപോലെയുള്ള ആൾക്കാരൊക്കെ അവർ പറഞ്ഞത് അതിന് ഈ അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധമില്ല എന്നൊക്കെയാണ്. അത് സതീശൻ അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല. കാര്യം അദ്ദേഹം ഈ പല കാര്യങ്ങളിലും ഇപ്പോൾ ഈ മംഗലാപുരം യാത്ര ഉൾപ്പെടെ അദ്ദേഹമാണ് പത്രസമ്മേളനം വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പോമറ ഇവിടെ ഉണ്ടെങ്കിൽ അത് നീക്കേണ്ടത്. ഇവിടെ പണ്ട് പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതേക്കുറിച്ച്. അത് തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ആര്യാടന്റെ ബന്ധുവായിരുന്നു, ഇക്കാര്യം പറഞ്ഞതാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ പലതരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. VD സതീശൻ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന് തന്നെ നല്ലത്. അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്നത് പോലെ KC വേണുഗോപാലും പ്രതിപക്ഷത്തിനും ഒക്കെ ഇപ്പോൾ കളിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് ഇത് മാറുന്നുണ്ട്. ശരി, ശ്രീ N. ശ്രീകുമാർ അത് വ്യക്തത വരുത്താത്തത് കൊണ്ടാണെന്നാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറയുന്നത്. അതുകൊണ്ടത് ഈ പ്രതിപക്ഷത്തിനും KC വേണുഗോപാൽ പക്ഷത്തിനും എന്ന് കൂട്ടി വായിക്കേണ്ടി വരികയാണ് പല ഘട്ടങ്ങളിലും. പ്രതിപക്ഷത്തേക്കാൾ KC വേണുഗോപാൽ പക്ഷത്തിന്. നോക്കൂ ശ്രീ മഞ്ജുഷേ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഈ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിച്ച സാമാന്യ വിവരമുള്ള ജനങ്ങൾക്കുമൊക്കെ എല്ലാ കാര്യവും മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വേവലാതി കോൺഗ്രസിനോ മുഖ്യമന്ത്രി VD സതീശനോ മറ്റു മന്ത്രിമാർക്കോ ഇല്ല. ഇവിടെ VD സതീശൻ എല്ലാ ക്യാബിനറ്റ് യോഗവും കഴിഞ്ഞ് പത്രസമ്മേളനം വിളിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അസംബ്ലി നീണ്ടുപോയത് കൊണ്ട് വൈകുന്നേരം പത്രസമ്മേളനം വെച്ചിട്ട് അത് റദ്ദാക്കിയത്. ഇനിയിപ്പോ അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ വിളിക്കുമല്ലോ. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിൽ VM സുധീരന്റെ മദ്യനയത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന കേൽക്കറെ ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ PMശ്രീ പദ്ധതിയും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഉത്തരം പറയാനുള്ളത് വിഴിഞ്ഞമാണ്. എന്ന് വെച്ചാൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അത് നിയമസഭയിലും പറഞ്ഞു, പ്രസ്താവനയായിട്ടും പറഞ്ഞു. അപ്പൊ പ്രസ്താവന വന്ന സമയമാണ് പ്രശ്നം. അതോടെ നിന്നോട്ടെ. പക്ഷെ മഞ്ജുഷ, ഇവര് 2 കാര്യം നമ്മൾ മറക്കുകയാണ്. എന്താ അറിയാവോ? ഒന്ന്, ഈ ഓഹരി കൈമാറ്റം നടത്താൻ VD സതീശൻ എന്ന മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല. 2, ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ല. അത് സെബിയെ അറിയിച്ചിട്ടേ ഉള്ളൂ, കൈമാറ്റം നടത്തിയിട്ടില്ല. 3ാമത്തെ കാര്യം, നിങ്ങൾ CPM-ന്റെ 2 ദിവസത്തെ നിലപാടുകൾ ശ്രദ്ധിച്ചിരുന്നോ? അത് എല്ലാവരിൽ നിന്നും CPM മറച്ചു വെച്ചു, ചില ചാനലുകളും മറച്ചു വെച്ചു. പക്ഷെ ഇന്നലെ ഞാനത് മറ്റൊരു ചാനലിൽ പറഞ്ഞിരുന്നു, ശേഷം ചില കോൺഗ്രസിന്റെ വക്താക്കളും പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം CPM-ന്റെ മുഖപത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നിലപാട് മൂലമാണ് വിഴിഞ്ഞം പദ്ധതിയിൽ 13,000 കോടി രൂപ അദാനിയുടെ ഓഹരി വാങ്ങാനായിട്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചത്. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി LDF അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയ
വിഴിഞ്ഞം കോൺക്ലേവിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചിരുന്നു. അതുകൊണ്ട് അത് ഞങ്ങളുടെ നേട്ടമാണ് അവർ 13,000 കോടി രൂപയുടെ ഓഹരി വാങ്ങാൻ വരുന്നതെന്ന് 2 ദിവസം മുമ്പത്തെ CPM പത്രത്തിന്റെ 1-ാം പേജിലെ വാർത്തയാണ്. പക്ഷെ പിന്നീട് മനസ്സിലായത്, അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ലല്ലോ, VD സതീശനെ മുൾമുനയിൽ നിർത്തണം, അഴിമതി ഉന്നയിക്കണമെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ മലക്കം പറഞ്ഞിട്ട് എന്തായി, അതിൽ അഴിമതി ഉന്നയിച്ചു. അതോടെ അതിന്റെ ഗ്യാസ് പോയി. ഇവിടെ പ്രതിപക്ഷം ദുർബലമല്ല കേട്ടോ, പ്രതിപക്ഷം ഇവിടെ ദുർബലമല്ല. പ്രതിപക്ഷത്തിന്റെ ഈ ചില അഭിപ്രായങ്ങൾ ദുർബലമാകുന്നത് അവർ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും അവർ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടുമാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവർ DYFഐയുടെ SFഐയുടെ സമരം ചെയ്യാൻ പറഞ്ഞാൽ കേരളത്തിൽ എന്താവും അവസ്ഥ അതറിയാമല്ലോ. പ്രതിപക്ഷത്തെ കുറിച്ച് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട ശ്രീ എൻ ശ്രീകുമാർ, പ്രതിപക്ഷം ദുർബലമാണ്, അവർ പറയുന്നത് വിശ്വസിക്കുന്നില്ല, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല, അവർ പറയുന്നത് വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ സംസ്ഥാനം. പക്ഷേ അവിടെ ഈ പ്രതിപക്ഷത്തേക്കാൾ ശക്തമായിട്ട് വിമർശനം ഉന്നയിക്കുന്നത് ഈ കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ വിഴിഞ്ഞം വിഷയം തന്നെ ഇപ്പോൾ KC വേണുഗോപാൽ ആ വാർത്താ സമ്മേളനം നടത്തിയ ശേഷമാണ് ഇത്രമാത്രം രൂക്ഷമായിട്ടത് ചർച്ചാ വിഷയമായി വന്നത്. പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നതിനേക്കാൾ ശക്തമായിട്ടായിരുന്നു ആരുടെ KCയുടെ വാക്കുകൾ. അതുവരെ VD സതീശൻ്റെ വാക്കുകൾ, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ദുർബലമായിരുന്നു. ഇതൊക്കെ കോൺഗ്രസിന്റെ ഇന്നർ പൊളിറ്റിക്സ് അറിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മഞ്ജുഷേ, ന്യൂസ് 18ന്റെ ഈ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത് കേട്ടോ. VD സതീശൻ അസംബ്ലി പറഞ്ഞതും പ്രസ്താവന പറഞ്ഞതും ഒന്നാണ്. KC വേണുഗോപാൽ പറഞ്ഞത് ഒന്നാണ്. അല്ല രണ്ടാണ്. അതായത് VD സതീശൻ അസംബ്ലിയിൽ പറഞ്ഞത് VD സതീശൻ അസംബ്ലിയിൽ പറഞ്ഞത് ഇക്കാര്യം സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഞാൻ പത്രവാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. ഇത് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നെ ഓഹരി അങ്ങനെ കൈമാറ്റം ചെയ്യണമെങ്കിൽ അത് സംസ്ഥാന സർക്കാർ അറിയേണ്ടതുണ്ട്, സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം, അറിയിച്ചാൽ ഞങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ്. അദാനിയുടെ കാര്യമേ മിണ്ടിയിട്ടില്ല. KC വേണുഗോപാൽ പറഞ്ഞ അങ്ങനെയല്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ ഗവൺമെന്റ് ആകാറുണ്ട്. പക്ഷേ അത് കേരളത്തിൽ നടക്കില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം, കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത്, ഇവിടെ നടക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദാനിക്കെതിരെ ശക്തമായ നിലപാട് KC സ്വീകരിച്ചു, പക്ഷേ ദുർബലമായ നിലപാട് VD സതീശൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. അവിടെ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും അവിശ്വസനീയം എന്നുള്ള രീതിയിലാണ് KCയുടെ വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ തോന്നുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് വിമർശിച്ചിട്ടില്ല, അത് ഞാൻ പറയാം, മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് വിമർശനം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന വാക്കുകൾ, അത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് എന്ന് അറിയാവുന്ന കാര്യമാണല്ലോ ശ്രീ എൻ ശ്രീകുമാർ. നോക്കൂ മഞ്ജുഷ, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് പത്രത്തിൽ വന്ന ശേഷമാണ് അറിഞ്ഞത്. 2, ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ ഓഹരി കൈമാറ്റം നടത്താൻ കഴിയില്ല. കൃത്യമായി പറഞ്ഞു, കഴിയില്ല. പിറ്റേന്നതിന് ശേഷം ഞാൻ പറയട്ടെ, ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു. KC വേണുഗോപാൽ എന്താണ് പറഞ്ഞത്? സൂപ്പർ മുഖ്യമന്ത്രി ആയിട്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാകും, കേരളത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതിലെന്താ തെറ്റുള്ളത്? അത് AICC ജനറൽ സെക്രട്ടറി പറയേണ്ട പ്രസ്താവനയാ, കേരള നേതാവ് അല്ല പറയേണ്ടത്. AICC ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറ്റുള്ളൂ. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണോ KCയുടെ അന്നത്തെ വാർത്താ സമ്മേളനത്തെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ച ശ്രീമഹല തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കളുടെ നിലപാട് കൂടി താങ്കൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു സെക്കൻഡ് ഇല്ല, താങ്കളിലേക്ക് വരാം. ശ്രീ ആനന്ദ് അല്ലല്ല, ശരിയല്ലത്. ഞാൻ പറയുന്ന പൂർണ്ണമാക്കാൻ നിങ്ങൾ പോയാൽ നിങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്ത് വന്നാണെന്ന് ജനം ധരിക്കും, ഞാനും ധരിക്കും. അല്ല, ഒരാളുടെ നിലപാട് കൂടി അറിയാമല്ലോ. നിങ്ങൾ 2 പേര് സംസാരിക്കുമ്പോഴും നിങ്ങൾ കാര്യമായി ഒരാളുടെ നിലപാട് കൂടി അറിയട്ടെ. ശ്രീ എൻ ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ നിലപാട് കൂടി അറിയട്ടെ. അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയതാണ്. അല്ലല്ല, തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. പൂർത്തിയാകാതെ നിങ്ങളുടെ അജണ്ട നിങ്ങളത് നേരെയാക്കി എടുക്കാൻ വേണ്ടി ചെയ്യണ പണിയാണെന്ന് ഞാൻ പറയും. ശരി, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, നിയമസഭയിൽ പറഞ്ഞത് പേപ്പറിൽ കിടപ്പുണ്ട്, മിനിയാത്ത പേപ്പറിലുണ്ട്. നിയമസഭയിൽ പറഞ്ഞ കാര്യമാണെങ്കിലും ഇന്നലത്തെ പ്രസ്താവനയാണെങ്കിലും രണ്ടും ഒന്നാണ്. ഒന്ന്, VD സതീശൻ ഈ ഓഹരി കൈമാറ്റം നടത്താൻ കേരള മുഖ്യമന്ത്രി സാങ്ഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ ഓഹരി കൈമാറ്റം നടന്നിട്ടുണ്ടോ? ഇല്ല. ഇതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഇവിടെ കിടപ്പുണ്ട്. KC വേണുഗോപാൽ പറഞ്ഞ എന്താ? ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി പറയേണ്ട അഭിപ്രായം കേരളത്തിൽ മാത്രം ഊന്നിയല്ല, അതെല്ലാ സംസ്ഥാനങ്ങളെയും ടച്ച് ചെയ്തിട്ട് വേണം പറയാൻ. ഇത് ആ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത്. പിന്നെ മറ്റു കാര്യം, ഈ CPMന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ദേശാഭിമാനി പത്രത്തിൽ വന്ന കാര്യം പറഞ്ഞല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, VD സതീശന് ഭരണപരിചയമില്ല. ഭരണപരിചയം എന്ന് വെച്ചാൽ എങ്ങനെയാ ഉണ്ടാവുക? 25 വർഷം കേരള നിയമസഭയിൽ അംഗമായിരുന്ന ഒരാളെ കുറിച്ച് ഇന്ന് മാതൃഭൂമി പത്രം എഴുതിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശന്റെ അസംബ്ലിയിലത്തെ പാടവത്തിന്
വേണ്ട രീതിയിൽ മറുപടി കൊടുക്കാൻ പ്രതിപക്ഷത്തിന് പറ്റുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഭരിക്കാൻ അറിയാത്ത മുഖ്യമന്ത്രിയാണെങ്കിൽ ഇത്ര വായടപ്പിക്കുന്ന മറുപടി അസംബ്ലി കൊടുക്കുവോ? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? ഇനി അതൊക്കെ പോട്ടെ, ഈ വിഷയങ്ങളിൽ അല്ലല്ല ചർച്ച ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പറയുന്നതൊക്കെ തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രതിപക്ഷം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രതിപക്ഷം ദുർബലമാണെന്നാണ് ഞാൻ പറഞ്ഞത്. വി.ഡി. സതീശൻ നിയമസഭയിൽ ഇത് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. വി.ഡി. സതീശൻ അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? ആനന്ദ് കൊച്ചുകൂടി ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? അല്ല മഞ്ജുഷേ, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുക്കൂ. വായിച്ചല്ലോ, ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഈ വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞതും അടുത്ത ദിവസം പറഞ്ഞതും ഒരേ കാര്യമാണ് എന്നുള്ളത് തെറ്റാണ്. ആദ്യം നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വീര്യം കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള മദ്യത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ടല്ലോ, അതുപോലെ വീര്യം കുറഞ്ഞ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ബുധനാഴ്ച നടത്തിയത്. അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹത്തിന് കുറച്ചുകൂടി വീര്യം കൂടിയ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കി. അദ്ദേഹം ഇത് അദാനി ഗ്രൂപ്പിനെതിരെ കുറച്ചുകൂടി പേരെടുത്ത് പറഞ്ഞ് ഇത് എന്താണ് പ്രതിഷേധം അറിയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി. അതിനുശേഷമാണ് വീണ്ടും അദാനി ഗ്രൂപ്പ് തന്നെ വീണ്ടും അവർ വീണ്ടും എന്താണ് റീസബ്മിറ്റ് ചെയ്യാൻ അവർ അനുവാദം ചോദിച്ച് റീസബ്മിറ്റ് ചെയ്യാൻ അവർ തയ്യാറായത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബുധനാഴ്ച ഇത് ഒരു വലിയ ലേഖനമായിട്ടൊരു ഇംഗ്ലീഷ് പത്രത്തിൽ, ഒരു ബിസിനസ് പത്രത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അനൗദ്യോഗികമായിട്ട് ഇവിടെ കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്ന ഒരു തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് വി.ഡി. സതീശന് ഇതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയാം. പിന്നെ ഇവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ടല്ലോ. അദ്ദേഹം നിയമമന്ത്രിയാണ്, അദ്ദേഹം മറ്റേ പോർട്ട് തുറമുഖ മന്ത്രിയാണ്, അദ്ദേഹം തന്നെയാണ് ധനമന്ത്രി, അദ്ദേഹം പൊതുഭരണ വകുപ്പിൻ്റെ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഒറ്റയാൾ മാത്രം തീരുമാനിക്കും, ബാക്കി ആർക്കും ഇതിൻ്റെ അകത്തൊരു സേ ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പോഴും വി.ഡി. സതീശന് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് ജനങ്ങളെങ്കിലും വിശ്വാസത്തിലെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പുകമറ സൃഷ്ടിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ഇന്നിപ്പോൾ നിങ്ങളുടെ വാർത്ത ഞാൻ കണ്ടിരുന്നു, അതായത് ന്യൂസ് 18 കേരളയുടെ വാർത്ത ഞാൻ കണ്ടിരുന്നു. ഇവിടെ പൊന്നാനിയിൽ പുതിയ പോർട്ടിൻ്റെ കാര്യവും അദാനി ആ പോർട്ടും ഏറ്റെടുക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്ത നിങ്ങൾ കൊടുക്കുന്നു. വി.ഡി. സതീശൻ്റെ അനുകൂലിയായിട്ടുള്ള KP നൗഷാദിലിയാണ് പൊന്നാനിയിലെ MLA. അപ്പോൾ അതിനെ ആ ഒരു തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങളുടെ വാർത്ത ന്യൂസ് 18 കേരളയുടെ വാർത്ത ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പുകമറകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ വി.ഡി. സതീശൻ തന്നെയാണ് ഇതിനകത്തൊരു ക്ലാരിറ്റി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ പൊതുജനത്തിൽ തന്നെ പല ആൾക്കാരും ഇപ്പോൾ കോൺഗ്രസ്സുകാരാകാം, അല്ലാതാകാം, അവർക്ക് ഇപ്പോൾ CPM-ൻ്റെ ഈ വാദങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാകാം, അല്ലാതാകാം, അവർക്ക് തന്നെ ഒരു സംശയത്തിൻ്റെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം യൂട്ടേൺ എടുത്തത്? ഈ കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും ഇപ്പോൾ മദ്യനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യത്തിലാണെങ്കിലും. അപ്പോൾ അതുപോലെ അദ്ദേഹം ഈ നിയമസഭയിൽ പ്രതിപക്ഷത്തിനെ കാതടപ്പിക്കുന്ന വിധം അദ്ദേഹം മറുപടി കൊടുക്കുന്നത് കൊണ്ട് മാത്രമായില്ലോ, ഇവിടെ പൊതുജനത്തെ വിശ്വാസത്തിലെടുക്കാത്തത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കും AK ആന്റണിക്കും ഒക്കെ സ്വന്തം മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടിയുണ്ട്. ശ്രീ സിബി സത്യൻ, ഇവിടെ തനിക്ക് വേണ്ടി കൈ പൊക്കാത്തവരാണ് തന്റെ മന്ത്രിസഭയിൽ ഉള്ളത് എന്നുള്ള കാര്യം വി.ഡി. സതീശന് അറിയാം. അപ്പോൾ ലിജു ഇന്നലെ പറഞ്ഞ യെസ് ബോസ് സംസ്കാരം കോൺഗ്രസിലില്ല എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണല്ലോ. ലിജു എന്ന് പറയുന്നത് KC പക്ഷക്കാരനാണ്. പക്ഷേ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മന്ത്രിമാർ എത്തിയിട്ടുണ്ടോ ഇല്ലയോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? മഞ്ജുഷ, എനിക്ക് ഒരു കാര്യം പറയാം. അതായത് ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന ഒരു ഇത് കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവരുമ്പോൾ ഇത് എക്സൈസ് മന്ത്രി ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഒരു കൂട്ടുത്തരവാദിത്വത്തിന്റെ കുറവ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഒരു ചർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ അത് മോശമാണ്. കാരണം ഒരു പ്രത്യേക വകുപ്പ് ഒരു മന്ത്രി കൈകാര്യം ചെയ്യുകയും അവിടെ ഒരു വലിയ നയപ്രഖ്യാപനം നടത്തുമ്പോൾ ആ മന്ത്രി അതിനെപ്പറ്റി ഒന്നും അറിയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല ലക്ഷണം എന്തായാലും അല്ല. അതിന് ഏത് സർക്കാർ ഭരിച്ചാലും അതൊരു നല്ല ലക്ഷണമാണ് എന്ന് കരുതാൻ പറ്റില്ല. അപ്പൊ ആ തരത്തില് അപ്പം ആ മന്ത്രിക്ക് സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു അവസരത്തിൽ അദ്ദേഹം പ്രതികരിക്കും എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. കാരണം ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിനകത്ത് പിണറായി വിജയൻ മുന്നിൽ നിൽക്കുകയും ബാക്കി കുറെ പാവകൾ മന്ത്രിമാരായിട്ട് നിൽക്കുകയും ചെയ്തൊരവസ്ഥ പോലെ ആയിരിക്കണമെന്നില്ല ഒരു പക്ഷേ കോൺഗ്രസിൽ നടക്കുന്നത്. അപ്പം അത് അങ്ങനെ നടക്കുന്നത് ശരിയല്ല. കാരണം അതിനാണല്ലോ നമുക്ക് ഇത്രയും മന്ത്രിമാർ, ഇല്ലെങ്കിൽ ഒരാൾ മതിയല്ലോ. അപ്പം ആ തരത്തിലുള്ള പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങളൊക്കെ കൃത്യമായ ഡിസ്കഷനോട് കൂടിയിട്ട് തന്നെയാണ് ഒരു മന്ത്രിസഭ മുന്നോട്ട് വെക്കേണ്ടത്. അങ്ങനെ
വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം. ആ ചോദ്യം ചെയ്യലിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിണറായിയും മോദിയും സർക്കാരുകളുമായിട്ടൊന്നും ഇതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതാവും. അപ്പൊ മോദി സർക്കാരിൽ എങ്ങനെയാണ് നടക്കുന്നത്? മോദി സർക്കാരിൽ നരേന്ദ്രമോദി ഒരു തീരുമാനം പറയുന്നു, അത് വകുപ്പുകളിൽ നടപ്പാക്കുന്നു. അത് നടപ്പാക്കേണ്ട ജോലി മാത്രമേ മന്ത്രിമാർക്കുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു ജനാധിപത്യ രീതി അങ്ങനെയല്ലല്ലോ. ഇവിടുത്തെ ജനാധിപത്യ രീതി വളരെ വ്യത്യസ്തമാണ്. അപ്പം ഈ വിരുദ്ധാഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് കൃത്യമായി പരിഗണിക്കുകയും അതിനകത്ത് ഈ പറഞ്ഞ പോലെ നയങ്ങളിൽ അല്ലെങ്കിൽ തന്റെ ശൈലിയിൽ മാറ്റം വരുത്താൻ തുടക്കത്തിൽ തന്നെ വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്ന ഒരു ശൈലിയുണ്ട്. അപ്പൊ ശ്രീ ആനന്ദ് കൊച്ചുകൂടി കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം കരുണാകരന്റെ ശൈലിയാണ്, അത് കുഴപ്പമില്ല, നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനകത്ത് അത്ര വലിയ അഭിപ്രായമില്ല. കാരണം നമ്മൾ ഒരേ സമയം തന്നെ പിണറായി വിജയന്റെ ശൈലിയെ സ്വേച്ഛാധിപത്യപരമായ ശൈലി എന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ മോദിയുടെ ശൈലിയെ സ്വേച്ഛാധിപത്യപരമായ ശൈലി എന്ന് വിളിച്ചിട്ടുണ്ട്. അതൊരു കോൺഗ്രസ് നേതാവ് കൊണ്ടുവരുമ്പോൾ അതൊരു മികച്ച ശൈലി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് എല്ലാ കാലവും സ്വേച്ഛാധിപത്യം തന്നെയാണ്. അത് ഏത് പാർട്ടി ആയാലും അത് കൊണ്ടുവരുന്നത് ഒരു ജനാധിപത്യത്തിന്റെ ആശാസ്യമല്ല താനും. അപ്പൊ അതുകൊണ്ട് ആ ഒരു തലത്തിലുള്ള ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. അതോടൊപ്പം തന്നെ കൂട്ടുത്തരവാദിത്വത്തിന്റെ കുറവുണ്ടെങ്കിൽ, കാരണം ഇത് ആത്യന്തികമായിട്ട് വി ഡി സതീശൻ മന്ത്രിസഭയാണ്. അപ്പൊ ഈ വി ഡി സതീശൻ നയിക്കുന്ന UDF മന്ത്രിസഭയിൽ കൂട്ടുത്തരവാദിത്വത്തിന്റെ കുറവുണ്ടെങ്കിൽ ആ കുറവ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നതെങ്കിൽ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതുപോലെ അതിനകത്തൊരു ട്രാൻസ്പെറൻസിയുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ ഒരു മാത്രമല്ല ഇപ്പൊ രണ്ടാമതൊരു വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം VM സുധീരൻ ഈ മദ്യനയത്തെ എതിർത്തു. കേരളത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉറച്ച ശബ്ദമുയർത്തിയ ഒരാളാണ് ശ്രീ VM സുധീരൻ. അപ്പൊ അത്രയും ഉറച്ച ശബ്ദമുയർത്തി അത്രയും ശക്തമായി രംഗത്ത് വന്ന VM സുധീരൻ മദ്യനയത്തിനെതിരെ സംസാരിച്ചപ്പോൾ VM സുധീരൻ നേരിടേണ്ടി വന്നത് അതികഠിനമായ സൈബർ ആക്രമണമാണ്. അപ്പം അത് അത്തരം ഒരു രീതി എന്ന് പറയുന്നതും ആശ്വാസ്യമല്ലല്ലോ. അപ്പം ഈ ഒരുപക്ഷെ ഈ പറഞ്ഞ മന്ത്രിമാർക്കായാലും അല്ലാത്തവർക്കായാലും അത്തരം ഭയങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാകാം, അത് നമുക്കറിയില്ല. അപ്പൊ അത്തരം ഒരു സൈബർ ആക്രമണ ഭീതിയും ഒക്കെ നിലനിൽക്കുന്നത് മൊത്തത്തിൽ ആശാസ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ടും കുറച്ചുകൂടെ കൂട്ടുത്തരവാദിത്തത്തിലും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ UDF മന്ത്രിസഭ വ്യത്യസ്തമാവുകയുള്ളൂ. അപ്പൊ ആ UDF മന്ത്രിസഭ വ്യത്യസ്തമാക്കാൻ വേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം വി ഡി സതീശന്റേത് തന്നെയാണ്. അദ്ദേഹം അത് ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് കുറവ് ഏതെങ്കിലും രീതിയിൽ നിലവിലുള്ള ഡിസിഷനുകളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് കൃത്യമാക്കി കുറച്ചുകൂടെ വിശാലമാക്കി രംഗത്ത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ശരി, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. മുഖ്യമന്ത്രി എന്തോ പറഞ്ഞോളൂ. അത് ശരിയല്ലല്ലോ മഞ്ജുഷേ, എനിക്ക് അഭിപ്രായം പറയണ്ടേ? പറഞ്ഞോളൂ, സമയത്തിന്റെ കേട്ടോ, പറഞ്ഞോളൂ. അതല്ല, കാരണം വെച്ചാൽ ഇത് 2-3 കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ശ്രീ സത്യൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഈ യെസ് ബോസ് എന്ന ഒരു വിഷയം കോൺഗ്രസിൽ ഇല്ല എന്ന് പറഞ്ഞൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. അങ്ങനെ ലിജു പത്രസമ്മേളനം നടത്താൻ വേണ്ടി ഇതിനുവേണ്ടി നടത്തിയല്ലോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മദ്യത്തിന്റെ ടാക്സ് സംബന്ധിച്ച തീരുമാനം എക്സൈസ് മന്ത്രി അറിയേണ്ട കാര്യമില്ല, അത് ധനമന്ത്രി തീരുമാനിക്കുന്നതാണ്. എക്സൈസ് നയമാണെങ്കിലേ മന്ത്രി അറിയേണ്ട കാര്യമുള്ളൂ, അത് ലിജു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലിജു ഒരിക്കലും എനിക്ക് അഭിപ്രായ ഭിന്നതയുണ്ടെന്ന്. അത് മാത്രമല്ല, ലിജു മുഖ്യമന്ത്രിയെ കാണുന്ന വാർത്ത വന്നു, അത് ശരിയായിരുന്നില്ല. അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ഈ മോദി, പിണറായി, അതുപോലെ അല്ല സതീശന്റെ ശ്രീ സത്യൻ. കാരണം എന്ന് വെച്ചാൽ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന നേതാക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരൊക്കെയാ? രമേശ് ചെന്നിത്തലയെ തൊട്ടിങ്ങോട്ട് നോക്കൂ, അവരൊന്നും അഭിപ്രായം പറയാൻ പറ്റാത്തവരാണോ? പിണറായി ഗവൺമെന്റ് അങ്ങനെ ആയിരുന്നില്ല. ഇത് സീനിയർ ലീഡേഴ്സാണ് ഇപ്പുറത്തിരിക്കുന്നേ. അല്ലല്ല, എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, നിങ്ങളുടെ അഭിപ്രായം കേട്ടു ജനങ്ങള്. എന്റെ അഭിപ്രായം പറയട്ടെ, വി ഡി സതീശന് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന്. കാരണം വി ഡി സതീശനേക്കാളും സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തല അവിടെ ഇരിപ്പുണ്ട് ആഭ്യന്തരമന്ത്രിയായിട്ട്, അറിയാമല്ലോ. അതേ അഭിപ്രായം പറയില്ലേ? മാത്രമല്ല, ഈ അഭിപ്രായം പറയാൻ മിടുക്കന്മാരായ 3-4 മന്ത്രിമാരാ മന്ത്രിസഭയിലുണ്ട്. കെ മുരളീധരനെ നിങ്ങൾ മറന്നോ? വിഷ്ണുനാഥനെ നിങ്ങൾ മറന്നോ? സണ്ണി ജോസഫിനെ നിങ്ങൾ മറന്നോ? 2-3 പേരെ വെച്ച് ബാക്കി എല്ലാവരും കൃത്യമായിട്ട് മുഖത്ത് നോക്കി അഭിപ്രായം പറയാൻ പറ്റുന്നവർ. അങ്ങനൊന്നും നിങ്ങൾ കോൺഗ്രസിലെ നേതാക്കളെ കൊച്ചാക്കരുത്. മോദിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം സതീശനിലേക്ക് കൂട്ടി. ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചയാൾ സംഘപരിവാർ ബന്ധമുള്ളയാളാണെന്ന് KPCC ജനറൽ സെക്രട്ടറി തുറന്നു പറഞ്ഞപ്പോൾ ആരും അതിനെ എതിർത്തില്ല കേട്ടോ. അദ്ദേഹമാണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഒരു മാറ്റവും വന്നിട്ടില്ല. അല്ല, ഇത് പറഞ്ഞത് KPCC ജനറൽ സെക്രട്ടറി ആണ്. ആ നിയമനവും കഴിഞ്ഞു. അത് സംബന്ധിച്ച് ഏതെങ്കിലും മന്ത്രി എതിർപ്പ് പ്രകടിപ്പിച്ചോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അല്ല, മറ്റൊരാൾക്ക് ഇത് തോന്നിയില്ലല്ലോ എന്നാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അല്ലല്ല, PM നിയാസ് പറഞ്ഞത് ഞാൻ മന്ത്രിമാരെ വരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാർ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു,
ഞങ്ങളത് മുഖ്യമന്ത്രിയോട് പറയാം. KPCC പ്രസിഡന്റും അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് ബോധ്യപ്പെട്ടു. പരസ്യമായി പറഞ്ഞ അല്ലല്ല, അങ്ങനെയല്ല. കാര്യങ്ങളെ നിയാസ് ചർച്ചയ്ക്ക് പരസ്യമായിട്ട് അല്ലല്ല, വിധേയമാക്കാൻ ഈ ഫ്ലോറിലിരുന്ന് നിയാസ് ഊഹിക്കരുത്, പറഞ്ഞതാണ്. ഈ ഊഹിക്കരുത്. ഫ്ലോറിലിരുന്ന് അല്ലല്ല, നിയാസ് PM പറഞ്ഞതാണ്. നിയാസ് മന്ത്രിമാർ വിളിച്ച് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, KPCC പ്രസിഡന്റ് എനിക്ക് ഉറപ്പ് അല്ലല്ല, നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അല്ലല്ല, ഈ ഫ്ലോറിൽ നിന്ന് മഞ്ജുഷേ, പറഞ്ഞാണ് ശ്രീ last minute ആണ്. N. ശ്രീകുമാർ. അല്ലല്ല, എന്നിട്ട് എന്തായി? last minute ആണ്. സംഘപരിവാർ മഞ്ജുഷേ ബന്ധമുണ്ടെന്ന് അല്ല. ഒരു KPCC ജനറൽ സെക്രട്ടറി പറഞ്ഞ അതേ ആൾ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് അല്ല കമ്മീഷണർ. മഞ്ജുഷേ, അല്ലല്ല മഞ്ജുഷേ, അല്ലല്ല, അത് താങ്കൾ പോലെ, പറഞ്ഞു മന്ത്രിമാർ പറയില്ലേ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല അല്ല, ഞാൻ പറഞ്ഞതല്ല, മന്ത്രിസഭയ്ക്കുള്ളിൽ ഇൻ ക്യാമറ ഡിസിഷൻ പുറത്തു വരാറില്ലല്ലോ. ഇൻ ക്യാമറ ഡിസിഷൻ പുറത്തു വരില്ല മന്ത്രിസഭയത്തെ. അവിടെ അഭിപ്രായം പറയാൻ കെൽപ്പുള്ളവരാണ് ഇവിടെ ഉള്ളത്. അവരെ കൊച്ചാക്കരുത് രമേശ്. ശരി ശരി ശരി, അത് അവർ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഒറ്റ തീരുമാനം എടുത്ത് മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി കൈരളി ചാനലല്ലോ. അങ്ങനെ പറയല്ലേ? അങ്ങനെയല്ലല്ലോ ഇത്. അത് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്, പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടതെന്ന്. ആ പ്രതിപക്ഷ ധർമ്മം ഏറ്റെടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ഒറ്റയാൾ തീരുമാനമായി മുന്നോട്ട് പോകരുതെന്ന് പറയുന്നത് പ്രതിപക്ഷ ധർമ്മം ഏറ്റെടുത്തുകൊണ്ടാണ്. ശരി, ആനന്ദ് കൊച്ചുകൂടി. ഞാൻ പറഞ്ഞതാണ് ന്യൂസ് 18 ആണ് ചാനൽ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെ അതിനെ ഇടപെട്ട് പറയില്ല. എന്റെ ശരി, ഞാനിവിടെ മഞ്ജുഷ ഞാനിവിടെ സതീശൻ കെ കരുണാകരന്റെ ശൈലിയാണ് പിന്തുടരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതിന് ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ ഞാൻ പറഞ്ഞില്ല. ഞാനാകെ പിന്തുണച്ചത് ഈ VD സതീശന്റെ ഈ ധനകാര്യ രീതിയിലൊക്കെയുള്ള അദ്ദേഹം ഈ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത് എന്താണ്, അദ്ദേഹം ഒരു പോമറ ഉള്ളത് മാറ്റണം. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം സാമ്പത്തികമായിട്ട് കേരളത്തെ ഭദ്രതയിലേക്ക് കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ കേരളത്തിന് സാമ്പത്തികമായി വരുമാനം കിട്ടാനാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം കേരളത്തിന് ഈ സോഷ്യലിസ്റ്റ് നയങ്ങൾ, കാലഹരണപ്പെട്ട സോഷ്യലിസ്റ്റ് നയങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വകാര്യവൽക്കരണത്തിനെതിരെ വെറുതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അംബാനിക്കും അദാനിക്കും എതിരെ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും പൊട്ടത്തരമാണ് എന്നുള്ളത് ഇവിടെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. ഭരണത്തിൽ വന്നാൽ അതായിരിക്കില്ല രാഹുൽ ഗാന്ധി പറയുന്നത്. അതുപോലെ VD സതീശൻ ഇവിടെ നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ഓരോ അഭിപ്രായം ലോക്സഭയിൽ കേട്ടിട്ടുണ്ട്. അത് മറന്നുപോയാ? അല്ല, ഭരണത്തിലിരിക്കുമ്പോൾ മാറുമെന്നാണ് പറഞ്ഞത്. ഭരണത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷവും ഭരണപക്ഷം അല്ലല്ല. ഈ യൂട്ടേൺ എന്നുള്ളതൊന്നും ഭരണത്തിലിരിക്കുമ്പോ യൂട്ടേൺ എന്നൊക്കെ പറഞ്ഞാൽ ഭരണത്തിൽ പറ്റുന്നതല്ല. രാഹുൽ ഗാന്ധിക്ക് ഭരണത്തിൽ വരാമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും. അല്ലല്ല ആനന്ദ്, അതായത് ഭരണത്തിലെത്തിയാൽ യൂട്ടേൺ എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം യൂട്ടേൺ എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് ശരിയായിരിക്കാം. ഒരു വ്യക്തി അയാളുടെ അഭിപ്രായം മാറ്റിയിട്ട് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി പോവാണെങ്കിൽ അത് യൂട്ടേൺ ആണ്. പക്ഷേ പൊതു ആവശ്യത്തിന് വേണ്ടി ഒരു തീരുമാനം മാറ്റുന്ന യൂട്ടേൺ അല്ല. അത് സ്റ്റേറ്റിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അറബിക്കടലിന്റെ കാര്യം, അറബിക്കടലിൽ എറിയും PM ശ്രീ പദ്ധതി എന്ന് KM ഷാജി പറഞ്ഞത് അത് ഭരണത്തിലിരിക്കുമ്പോൾ അത് പൊതു താല്പര്യം മുൻനിർത്തി അത് മാറ്റി. ആയിട്ടില്ലല്ലോ. അല്ല, അദ്ദേഹം തന്നെ പറഞ്ഞുവല്ലോ, അത് ഞാൻ അന്നൊരു ഓളത്തിന് പറഞ്ഞതാണെന്ന്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇത് ചോദ്യം ഇതായിരുന്നു: മുഖ്യമന്ത്രി VD സതീശനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിയെന്ന് 59% പ്രേക്ഷകർ, ഇല്ല എന്ന് 37%. വേണ്ടി പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.